നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുടുങ്ങിയ ദിലീപിനെ തകർക്കണം എന്നായിരുന്നു പലരുടെയും ചിന്ത. സത്യസന്ധമല്ലാത്ത ആണും പെണ്ണുമൊക്കെ സംഘടിതമായി ദിലീപിനെതിരെ നിഴൽയുദ്ധം നടത്തി. ദിലീപ് എന്ന ജനപ്രിയ നായകനെ ആട്ടപ്പടലം തീർക്കാൻ അവർ കച്ചകെട്ടി ഇറങ്ങി. 8.5 വർഷക്കാലം ഇവിടുത്തെ ചില ചാനലിലും ചില പത്രങ്ങളും കുറേയധികം യൂട്യൂബർമാരും നടിയെ ആക്രമിച്ച് ദിലീപിന്റെ പകയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞായിരുന്നു. അതിജീവിതയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. അവർക്കായി സംസാരിച്ച് ജീവിതത്തിൽ സത്യസന്ധമില്ലാത്ത ആണും പെണ്ണുമൊക്കെ സംഘടിതമായി ദിലീപിനെതിരെ നിഴൽയുദ്ധം നടത്തിയതെന്നും ദിലീപ് എന്ന ജനപ്രിയ നായകനെ അട്ടപ്പട്ടാലും തീർക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയ കാഴ്ചയായിരുന്നു കഴിഞ്ഞ 8 വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നടിയെ ആക്രമിച്ചത് അത് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം എന്നല്ല, ദിലീപിനെ തകർക്കണം എന്നായിരുന്നു പലരുടെയും ചിന്ത. അതിൽ അവർ നന്നായി വിജയിക്കുകയും ചെയ്തു. പ്രതിപട്ടിയിൽ ആയിരുന്നപ്പോൾ ദിലീപിന് കമ എന്നൊരക്ഷരം മിണ്ടാൻ കഴിയില്ല. ചാനൽ ചർച്ചകളിൽ ദിലീപിനെതിരെ സംസാരിച്ച ഒരു മഹാനടിയെ പോലും ആവശ്യപ്രകാരം സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കി. ചാനൽ ചർച്ചകളുടെ വിധി പറയുന്ന ഒരു പെണ്ണുമ്പിള്ളയും തൻ്റെ പേഴ്സണൽ വക്കീലായി അതിജീവിത. 2 ചാനൽ ജന്മങ്ങൾ ചുമ്മാ ചപ്പും ചവറും കോടതിയിൽ കൊണ്ടിടും. അത് കോരിക്കളയാനായി പിന്നെ രാമൻപിള്ള വക്കീലിന്റെ ദൗത്യം. തങ്ങൾ വെക്കുന്ന ഉണ്ടയില്ലാ വഴികൾ ചീറ്റിപ്പോകുമ്പോൾ അതിൻ്റെയൊക്കെ പഴി ന്യായാധിപർക്ക് നേരെയായി. ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിക്കളയുന്നതൊക്കെ ഹണിയം വർഗീസിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ഹാർമോണിപ്പെട്ടിയും വെച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ ജഡ്ജിമാരുമായി ചേർന്ന് ഇവറ്റകൾ ദിലീപിനെ ന്യായാധിപന്റെ വിലക്കെടുത്തു എന്ന് പ്രഖ്യാപിച്ചു. അല്പം കറക്ഷൻ തോന്നിയ ഒരു ന്യായാധിപനാണ് കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ തീർന്നേനെ ഇവരൊക്കെ. ക്രിസ്തുനിഷ്ഠതയുള്ള ജഡ്ജിയായി പോന്നാൽ ഇവരുടെ കളി വിജയിച്ചില്ല. വിഗും റോസ് പൗഡറും കണ്ണിലുട്ടിയും കാട്ടി ഒരു കലാകാരൻ എടുത്തു പോട്ടെ, ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത എന്തും കാണിക്കുന്ന ആളാണെന്നാണ് ദിലീപ്. അകന്നില്ലായിരുന്നെങ്കിൽ കൊട്ടാരക്കര വിക്രമൻ ഒരിക്കലും ദിലീപിനെതിരെ ചാനൽ ചർച്ചകളിൽ ഉറഞ്ഞു തുള്ളുകയില്ലായിരുന്നു. വിക്രമൻ ചാനലിൽ പറഞ്ഞു കൂട്ടിയ ബഷറിത്തരങ്ങൾ ഒരിക്കലും ജനങ്ങളെ തടഞ്ഞതുമില്ല. പോലീസുകാരാണെങ്കിൽ അതൊന്നും കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. മാത്രമല്ല പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്തരം ഒരു കേസ് ഇങ്ങനെയാണോ അന്വേഷിക്കേണ്ടത് എന്ന് ഒരു ചർച്ചയിൽ ചോദിച്ച ഞാനടക്കം 7 പേർക്കെതിരെ അന്ന് എ.ഡി.ജി.പി ആയിരുന്ന പെണ്ണുമ്പിള്ള ഓർഡറിട്ട് അങ്കമാലി പോലീസ് കേസെടുത്തു. മെമ്മറി കാർഡ് കോട്ടയം മണ്ടാനം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് സ്ക്രീൻ ചെയ്ത് പുതിയ ബലാത്സംഗ വഴികൾ പഠിപ്പിച്ചു എന്നുവരെ വിക്രമൻ കോടതിയിൽ ചാനലുകളിൽ വന്ന് കള്ളി. കാനഡയിലെ ഒരാൾക്ക് പക്കൽ ആക്രമണ ദൃശ്യം ചിത്രീകരിച്ച മെമ്മറി കാർഡ് ഉണ്ടെന്നും മറ്റൊരാൾ കാർഡ് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും എല്ലാ ചാനലുകളും അത് തരാമെന്നും ചാനൽ ചർച്ചയിൽ ഈ വിക്രമം ഉറപ്പു പറയുകയും ചെയ്തു. ഇന്നേ ദിവസം വരെ കാർഡ് വന്നതുമില്ല. ഒരു ചാനലിലോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോ വിക്രമനോട് മെമ്മറി കാർഡ് എവിടെയെന്ന് ചോദിച്ചതുമില്ല. അവർക്കെല്ലാം ദിലീപാണല്ലോ ടാർഗറ്റ്.